ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലങ്ങളിലൊന്നാണ് ചർച്ച് ഓഫ് ദി ഹോളി സെപ്പിൾച്ചർ. ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം ജീസസ് ക്രൈസ്റ്റ് ക്രൂശിക്കപ്പെട്ടതും അടക്കം ചെയ്യപ്പെട്ടതും പിന്നീട് ഉയർത്തെഴുന്നേറ്റതും ഈ ഒരു സ്ഥലത്ത് വെച്ചാണ്. എന്നാൽ ഈ പുണ്യസ്ഥലത്തിൻ്റെ മതിലുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ രഹസ്യം ഇന്നും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു സാധാരണ മരപ്പടി അഥവാ ദി ഇമ്മൂവബിൾ ലേഡർ. ഇതിൻ്റെ കഥ തുടങ്ങുന്നത് 18-ാം നൂറ്റാണ്ടിലാണ്. അന്ന് ഈ ഒരു ചർച്ച് ഗ്രീക്ക്, ഓർത്തഡോക്സ്, അർമേനിയൻ, കത്തോലിക്ക, കോപ്റ്റിക്, സിറിയൻ, എത്യോപ്യൻ എന്നീ പല ക്രിസ്തീയ വിഭാഗങ്ങളുടെയും നിയന്ത്രണത്തിലായിരുന്നു. ഇവരെല്ലാവരും പ്രാർത്ഥനയ്ക്കായി ഇവിടെ എത്തിച്ചേർന്നിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അവിടെ പതിവായിരുന്നു. അതിനാൽ അന്ന് അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ഒട്ടോമൻ സുൽത്താൻ ഒരു ഉടമ്പടി കൊണ്ടുവന്നു. അതായത് പള്ളിയിൽ എന്തെങ്കിലും നടത്തണമെങ്കിൽ ഈ സഭകളുടെയെല്ലാം ഒത്തൊരുമിച്ചുള്ള സഹകരണം ആവശ്യമാണ്. എല്ലാ സഭകളുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പള്ളിയിൽ നിന്നും ഒരു കല്ല് പോലും എടുത്തു മാറ്റാനാകൂ. അങ്ങനെ ഈ 6 സഭകളും സമ്മതിക്കാതെ വർഷങ്ങളോളം നിലനിന്നിരുന്ന, ഇന്നും നിലനിൽക്കുന്ന ഒരു ലാഡറാണിത്. ഇത് ആരു വെച്ചുവെന്നോ എന്തിനു വെച്ചുവെന്നോ എന്നത് ഇന്നും വ്യക്തമല്ല. ഒരിക്കൽ ഈ ഒരു പടിയെടുത്തു മാറ്റാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ സഭകൾ തമ്മിൽ വലിയൊരു കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. അതിനുശേഷം ആരും തന്നെ ഈ പടിയെ തൊടാൻ ധൈര്യപ്പെട്ടില്ല. ഈ ഒരു വിചിത്രമായ ചരിത്രവും പേറി ഇന്നും ആ ലാഡർ അവിടെ തന്നെ നിലകൊള്ളുന്നു. മനുഷ്യരുടെ ഐക്യമില്ലായ്മയുടെ ഒരു പ്രതീകമായി.